Hello, my dear students. Good morning and welcome to the open course e-commerce. Today we are starting our course and this is our first session. നിങ്ങൾ BA English, BSc Psychology ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇ-കോമേഴ്സ്. എങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊളോക്കിയായിട്ട് ജനറലായിട്ട് കേട്ടിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടുമോ, നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു വറീസ് ഒന്നും ആവശ്യമില്ല. എവറിത്തിങ് വിച്ച് ഈസ് മെൻഷൻ ഹിയർ ആസ് ജനറൽ, എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് നീങ്ങാമല്ലോ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സിലബസ് അയച്ചു തന്നിരുന്നു. ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. ദർ ഇസ് നോ നീഡ് ടു പർച്ചേസ് എനി ബുക്ക്. കാരണം നമുക്ക് ആകെ 3 മോഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് ഞാൻ തന്നിട്ടുണ്ട്. സോ ഇൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ ദാറ്റ് ഈസ് ഇൻട്രഡക്ഷൻ ടു ഇ-കോമേഴ്സ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇ-കോമേഴ്സ്, പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ-കോമേഴ്സ് ആൻഡ് ട്രഡീഷണൽ കോമേഴ്സ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ ആദ്യം ഇ-കോമേഴ്സ് എന്താണ്? ഇ-കോമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ നമുക്കത് അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കോമേഴ്സ് അല്ലേ. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് where the computer and commerce are merging together. കമ്പ്യൂട്ടറും കോമേഴ്സും മെർജ് ചെയ്യുക. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് കമോഡിറ്റീസ് that is in very large scale is taking place through computer with the help of internet. അതാണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബിസിനസ്, ഇപ്പം നമ്മൾ എപ്പോഴും പറയാം ഓൺലൈൻ ബിസിനസ് അതന്നെ. സോ ഇ-കോമേഴ്സ് ഇസ് ദ പ്രോസസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഓൺലൈൻ. അങ്ങനെ പറഞ്ഞാൽ ഇ-കോമേഴ്സ് തന്നെയാണ്. ഇനി അതേപോലെ നമുക്ക് പറയാം ഇ-കോമേഴ്സ് ഇസ് ടു കണ്ടക്ട് ബിസിനസ് ബൈ യൂസിങ് ദ IT, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ്, അതിനെയും ഇ-കോമേഴ്സ് എന്ന് പറയാം. ആ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വി ആർ യൂട്ടിലൈസിങ് കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ വി നീഡ് എ വെബ്സൈറ്റ്. അപ്പം അതിന് ഒരുപാട് കമ്പ്യൂട്ടർ ടെക്നോളജീസ് യൂസ് ചെയ്യണം. പിന്നെ അതിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഒന്നില്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ, അത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജിയും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, അതിനെയാണ് ഈ ബിസിനസ് അല്ലെങ്കിൽ ഇ-കോമേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഐറ്റംസ് ഓർ ഗുഡ്സ് ഓർ സർവീസസ് ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് ടെക്നോളജി. അപ്പം 2 മാർക്സിന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വാട്ട് ഈസ് മെന്റ് ബൈ ഇ-കോമേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഇ-കോമേഴ്സ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ദ വെബ് യൂസിങ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് ടെക്നോളജി. അല്ലെങ്കിൽ പറയാം കണ്ടക്ടിങ് ബിസിനസ് ബൈ യൂസിങ് IT, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. അല്ലെങ്കിൽ ഇ-കോമേഴ്സ് ഇസ് ദ പ്രോസസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഓൺലൈൻ, അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. സോ ഡെഫിനറ്റ് ഒരു ഡെഫിനേഷൻ അങ്ങനെ ഇല്ല. ഈ പറഞ്ഞ കൺസെപ്റ്റ്സിൽ ഏത് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത് വേണമെങ്കിലും ഡെഫിനേഷൻസിന് എടുക്കും, സിമ്പിളാണ്. അപ്പോൾ ഈ ഇ-കോമേഴ്സ് എന്ന് പറയുന്നത് ആദ്യം അത് ഇൻട്രഡക്റ്റീവ് സ്റ്റേജിൽ ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, പക്ഷെ അത് അത്രയും ഫെമിലിയർ ആയില്ല. ബിക്കോസ് അന്നത്തെ ഈ പ്രൊപ്രൈറ്ററി സ്റ്റാൻഡേർഡ്സ് അതൊക്കെ ഭയങ്കര ഹൈ കോസ്റ്റ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ചിലൂടെ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെ, നമ്മുടെ അവകാശം അല്ലെ, നമ്മുടെ ഒരു ഓണർ അവകാശം ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കര ഹൈ കോസ്റ്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ആരും അങ്ങനെ അധികം ഇതിന് ചൂസ് ചെയ്തിരുന്നില്ല. അപ്പൊ ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് വാസ് ദ ഇൻട്രഡക്ടറി സ്റ്റേജ് ഓഫ് ഇ-കോമേഴ്സ്, EDI എന്ന് പറയും. അത് ആ സമയത്ത് ആ ഡെവലപ്മെന്റ് സ്റ്റേജിലായിരുന്നു. അപ്പൊ പ്രൊപ്രൈറ്റർഷിപ്പ് അതിന്റെ ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വളരെ ഹൈ കോസ്റ്റ് ആയതുകൊണ്ട് ആരും അധികം അതിനെ ചൂസ് ചെയ്തിരുന്നില്ല.
അപ്പൊ അങ്ങനെ അത് അത്ര സ്പ്രെഡ് ആയില്ല. പക്ഷെ പിന്നീട് അത് ഇ കോമേഴ്സ് എന്നുള്ള രീതിയിൽ അത് ഇവോൾവ് ചെയ്ത് വന്നപ്പോഴാണ് ഫെമിലിയാരിറ്റി കൂടുകയും അത് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുകയും ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ അധികം വരുന്നത് ഇ കോമേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇപ്പൊ നമ്മളുടെ ഈ കൊറോണ കാലത്ത് ഒരുപാട് ആൾക്കാർ ഇ കോമേഴ്സിലൂടെയാണ് ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്നത്. കാരണം നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഇ കോമേഴ്സ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് തന്നെയാണ് നടത്തുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇ കോമേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഇനിയും നമ്മുടെ ഇ കോമേഴ്സിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് കൂടി നോക്കാം. നമുക്കറിയാം ഇ കോമേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ നമ്മളുടെ എൻറ്റയർ ബിസിനസിന്റെ സിനാരിയോസ് തന്നെ വളരെ പവർഫുൾ ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇന്നോവേഷൻ ഓഫ് ഇന്റർനെറ്റ്. കാരണം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ വേൾഡിനെ മൊത്തം ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ അല്ലെ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുടക്കീഴിലേക്ക് നമ്മുടെ ലോകത്തിനെ മൊത്തം കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഇന്റർനെറ്റ്. സോ ആ ഒരു ഇന്റർനെറ്റിന്റെ ഒരു ഇന്നോവേഷനാണ് ശരിക്കും ഇത്രയും ഒരു ബിസിനസ് സിനാരിയോനെ തന്നെ മാറ്റാനായിട്ട് സഹായിച്ചത്. ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള വെബ് ഡെവലപ്മെന്റ്, വേൾഡ് വൈഡ് വെബ് ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1994. ഈ ഗ്ലോബൽ നെറ്റ്വർക്ക് അതിലൂടെ ഫോം ചെയ്യുന്ന ഗ്ലോബൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ കമ്പനീസ് ഇറ്റ് മേക്ക് ഈ ബിസിനസ് അല്ലെങ്കിൽ ഇ കോമേഴ്സ് മോർ ഈസിയർ. അപ്പം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ ഈ ഇ കോമേഴ്സിലൂടെ ഫോം ചെയ്യുന്ന ഡിജിറ്റൽ എക്കണോമി അല്ലേ, നമ്മുടെ ഡിജിറ്റൽ എക്കണോമി വിൽ ഓവർടേക്ക് ഓൾ ദ ട്രഡീഷണൽ എക്കണോമി, എസ്പെഷ്യലി ഇൻ ദ ഡെവലപ്പ് കൺട്രീസിൽ ഇനി എല്ലാം ഇ കോമേഴ്സിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഡിജിറ്റൽ എക്കണോമി, ഇ കോമേഴ്സിലൂടെ ഫോം ചെയ്യുന്ന എക്കണോമി, അതാണ് ഡിജിറ്റൽ എക്കണോമി. അത് എന്ത് ചെയ്യും, ട്രഡീഷണൽ ബിസിനസ്സിലൂടെ ഫോം ചെയ്യുന്ന എക്കണോമിനെ അത് ഓവർടേക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ടെക്നോളജി പ്രോസസ്സിന്റെ ഒരു കമ്പോസിറ്റ് ആണ് നമ്മുടെ ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് അത് ഓർഗനൈസേഷന്റെ ഉള്ളിലും ഓർഗനൈസേഷൻ തമ്മിലും ഒക്കെ ഇവിടെ ഈ ഒരു ഇ കോമേഴ്സിൽ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇ കോമേഴ്സിൽ നമുക്ക് ബയേഴ്സ് സെല്ലേഴ്സ് ഒക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ബയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കുക, അവരായിട്ടൊരു പ്രൊളോങ് റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആമസോണിലൊക്കെ കയറി ഒരു പർച്ചേസിങ് നടത്തി കഴിഞ്ഞാൽ എപ്പോഴും ആമസോൺകാരൻ നമ്മളായിട്ടൊരു ടച്ച് ഉണ്ടാവും അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പല മെയിൽസും അല്ലെ പല ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ്, എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലൂടെ എന്താണ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനും ഗ്ലോബൽ സ്കെയിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഇ കോമേഴ്സിൽ സാധ്യമാണ്. ഓക്കെ, സോ ഒരുപാട് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇപ്പോൾ ഇ കോമേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അപ്പോൾ ആ രീതിയിലായി കഴിഞ്ഞപ്പോൾ ഒരുപാട് ബിസിനസ് ഇൻഫർമേഷൻസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിന്റെ ഇൻഫർമേഷൻസ് ആ ബിസിനസ്സിന്റെ മാനേജ്മെന്റിന്, അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്, പിന്നെ അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്, അപ്പൊ അങ്ങനെ ആ ഒരു ബിസിനസ്സിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വിവിധ തരം ആൾക്കാർക്കൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെയുള്ള വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ ഇൻഫർമേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ടും ഇ കോമേഴ്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇത് നോക്കുമ്പോൾ ഇ കോമേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും കുറെ കൂടി മെച്ചപ്പെട്ടതാണ്, കുറച്ചുകൂടി ഗുണകരമാണ് നമുക്ക്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഇ കോമേഴ്സ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് വരാവുന്നൊരു ചോദ്യം, വാട്ട് ഈസ് ഇ കോമേഴ്സ്? ഇത്രേ ചോദിക്കുള്ളൂ. അത് ഞാൻ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചുള്ള ആ പോയിന്റിന് ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. ഇ കോമേഴ്സ് മീൻസ് കണ്ടക്ടിങ് ബിസിനസ് ഓൺലൈൻ ബൈ ദ യൂട്ടിലൈസേഷൻ ഓഫ് IT. IT എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജീസ്. കഴിഞ്ഞു. ഇത് ഇ കോമേഴ്സിന്റെ ഡെഫിനേഷൻ. ഇത്ര മാത്രമേ നിങ്ങൾക്ക്
അതിൽ നിന്ന് വരാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ഇ കോമേഴ്സും ട്രഡീഷണൽ കോമേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ട്രഡീഷണൽ കോമേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇ കോമേഴ്സ്. വൈ? ബിക്കോസ് ഇപ്പം നേരത്തെ ട്രഡീഷണൽ കോമേഴ്സ് ചെയ്തിരുന്നവർ പലതും അത് മാറ്റിയിട്ട് ഇ കോമേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ട്രഡീഷണൽ കോമേഴ്സ് നടത്തുന്നവർ ഒരു ഭാഗമായിട്ട് ഇ കോമേഴ്സും ചെയ്യുന്നുണ്ട്. ബിക്കോസ് രണ്ടിനും കോമൺ ആയിട്ടുള്ള പല നേച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇ കോമേഴ്സ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ട്രഡീഷണൽ കോമേഴ്സ്. ഇപ്പം നമ്മളുടെ ഇ കോമേഴ്സിലായാലും ട്രഡീഷണൽ കോമേഴ്സിലായാലും ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് സർവീസസ്, ഇൻഫർമേഷൻ ആൻഡ് മണി. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഇൻ ട്രഡീഷണൽ കോമേഴ്സ് all these exchanges takes place physically, but in e-commerce all these exchange takes place electronically. അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ nowadays large number of people are getting more access to internet. സോ അത് നമ്മളുടെ ഇ കോമേഴ്സ് ഡെവലപ്മെന്റിന് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ബിസിനസ്സിന് എപ്പോഴും ഇ കോമേഴ്സ് സക്സസ് ആണ് കൊണ്ടുവരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി ടേക്ക് ദ ഫണ്ടമെന്റൽസ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ്സിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റും റവന്യൂ ആണ്. അതായത് ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ കോസ്റ്റും റവന്യൂ നോക്കിക്കാണുക. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോസ്റ്റ് മീൻസ് എക്സ്പെൻസസ് ആണ്. അതായത് എക്സ്പെൻസസ് കുറച്ചുകൊണ്ട് റവന്യൂ മാക്സിമൈസ് ചെയ്യുക. ഇതാണ് ഏതൊരു ബിസിനസ്സിന്റെയും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് നമ്മുടെ ഇ കോമേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇ കോമേഴ്സിലൂടെ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാനും നമ്മളുടെ പ്രോഫിറ്റ് ഏറ്റവും മാക്സിമൈസ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. വൈ? ബിക്കോസ് നമ്മളുടെ ട്രഡീഷണൽ കോമേഴ്സിൽ ഇപ്പൊ നമുക്ക് എന്താ പറയുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബിസിനസ് സെറ്റപ്പ് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ലൈക്ക് ബിൽഡിംഗ് വേണം, അതിനുള്ള അറേഞ്ച്മെന്റ്സ്, സെറ്റിങ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ? പക്ഷെ അതൊന്നും നമുക്ക് ഇ കോമേഴ്സിൽ വരുന്നില്ല. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയുമ്പോൾ തന്നെ നമ്മുടെ കോസ്റ്റ് വളരെയധികം കുറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ, പിന്നെ റവന്യൂ ജനറേഷൻ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇ കോമേഴ്സിലൂടെ വി ക്യാൻ റീച്ച് ദ ഹോൾ വേൾഡ് അല്ലെ, ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഹോൾ വേൾഡിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ്, മാക്സിമം റവന്യൂ നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനെറ്റ് എൻവയോൺമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇ കോമേഴ്സ് വളരെയധികം സഹായിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഇ കോമേഴ്സും ട്രഡീഷണൽ കോമേഴ്സും ഏതൊക്കെ ആസ്പെക്ട്സിലാണ് ശരിക്കും ഡിഫറൻസ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, നമുക്കിനി നമ്മൾ ഇ കോമേഴ്സ് ആൻഡ് ട്രഡീഷണൽ കോമേഴ്സിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ഫോമാറ്റ് ഇങ്ങനെ തന്നേക്കുന്നതാണ്, നിങ്ങളിത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ ഇപ്പം ഒരു കസ്റ്റമറിന്റെ, നമ്മൾ ട്രഡീഷണൽ കോമേഴ്സിലായാലും ഇ കോമേഴ്സിലായാലും കസ്റ്റമറിന്റെ ഒരു റിക്വസ്റ്റ്, ഒരു ഓർഡർ, ഇപ്പൊ കസ്റ്റമർ വന്നൊരു സാധനം ചോദിക്കുന്നു, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു കസ്റ്റമർ ഓർഡർ എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ്. അപ്പൊ ആ ഡേറ്റയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ് ഡേറ്റ എറർ. അതായത് ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഇ കോമേഴ്സിൽ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ പോയിന്റ്സിൽ നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഓർഡർ കൊടുത്താൽ മതി. അപ്പൊ ആ ഓർഡർ എവിടേക്ക് ആർക്കൊക്കെയാണ് എത്തിക്കേണ്ടത് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഇലക്ട്രോണിക്കലി എത്തിക്കോളും. സോ ഡസന്റ് ഇൻവോൾവ് ഡേറ്റ അറ്റ് മൾട്ടിപ്പിൾ പോയിന്റ്സ്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ഡേറ്റ goes directly from one computer to another. അതായത് നമ്മൾ ഇ കോമേഴ്സിൽ ഇപ്പൊ നമ്മൾ ആമസോണിൽ പോയിട്ട് ഒരു ഓർഡർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഒരു കമ്പ്യൂട്ടറിൽ കൂടെ തന്നെ മറ്റുള്ളതിലേക്ക് പോയിക്കോളും. അപ്പൊ അവിടെ അധികം ഹ്യൂമൻ ബീങ്സിന്റെ ഇൻവോൾവ്മെന്റ്സ് വരുന്നില്ല. ഓക്കെ, അതേസമയം ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ ഇപ്പൊ സപ്പോസ് നമ്മളിപ്പം ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ലൈക്ക് ഒരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബയ്യറും സെല്ലറും തമ്മിൽ ആ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു, അത് പിന്നെ വേറെ ഒരു പാർട്ട്ണർക്ക് അയച്ചു, പിന്നെ വീണ്ടും അത് പല സ്ഥലങ്ങളിലും റീ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഡേറ്റ എറർ വരാനുള്ള സാധ്യതയുണ്ട്. അത്
ഓരോ പോയിന്റിലും പലരും റീ എൻറ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അതാണ് റെഡ്യൂസ് ഡേറ്റ എറർ. ഇ കോമേഴ്സിൽ എറർ ഇല്ല, ട്രഡീഷണൽ കോമേഴ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ. പിന്നെ റെഡ്യൂസ് കോസ്റ്റ്. അപ്പം ഇനീഷ്യലി നമുക്ക് ഇ കോമേഴ്സിന് കോസ്റ്റ് ഉണ്ടാവും, കാരണം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അതിനുള്ള നെറ്റ്വർക്ക് ഫോം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഓവർ എ പീരീഡ് നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാറും. പക്ഷേ ഇവിടെ നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. എപ്പോഴും ഈ മണി ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്ക് എവറി ലെവലിലും ഇൻവോൾവ് ആയതുകൊണ്ട് ഒരുപാട് ടൈം വേസ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്, എറർ വേസ്റ്റേജ് ഉണ്ടാവുന്നു, മണി വേസ്റ്റേജ് വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഒരു ഓർഡർ വന്നത്, ഒരു കസ്റ്റമർ വന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കുറെ പേര് ഇൻവോൾവ് ആയിട്ട് അവിടെ ഇന്ററാക്ട് ചെയ്യുന്നു. അടുത്തൊരു കസ്റ്റമർ വരുമ്പോൾ അതേപോലെ തന്നെ. അപ്പൊ ഒരു എന്താണ് റിപ്പീറ്റേഷൻ ഓഫ് വർക്ക് എവറി ലെവലിൽ വരുമ്പോൾ എറർ വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അത് ലോസ് ഓഫ് ടൈം ആസ് വെൽ ആസ് ലോസ് ഓഫ് മണി. പിന്നെ റെഡ്യൂസ് പേപ്പർ വർക്ക്. നമുക്കിപ്പോൾ ഇലക്ട്രോണിക് കോമേഴ്സ്, ഇ കോമേഴ്സിൽ നമുക്ക് എല്ലാ ഡേറ്റാസ് ഇലക്ട്രോണിക്കലി ആണ് പാസ് ചെയ്യുന്നത്. ദർ ഇസ് നോ നീഡ് ഫോർ എനി പേപ്പർ. പക്ഷേ നമ്മളുടെ ട്രഡീഷണൽ കോമേഴ്സിൽ അങ്ങനെയല്ല. നമുക്ക് ലോട്ട് ഓഫ് ടൈമും അതുപോലെ തന്നെ വേസ്റ്റും അതുപോലെ ഒരുപാട് പ്രിന്റിംഗ് റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പേപ്പർ വർക്ക് നമുക്ക് ട്രഡീഷണൽ കോമേഴ്സിൽ കൂടുതലാണ്. ഓക്കെ. സോ ആ 3 ആസ്പെക്ട്സിൽ നമുക്ക് ഇ കോമേഴ്സ് ആൻഡ് ട്രഡീഷണൽ കോമേഴ്സ് കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഇപ്പം ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങളുടേതായിട്ടുള്ള വേർഡിങ്സിൽ നിങ്ങൾക്ക് മാറ്റി എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ. യെസ്. ഓക്കെ. നമ്മളുടെ ഇ കോമേഴ്സ് ആൻഡ് ട്രഡീഷണൽ കോമേഴ്സിന്റെ ഇനി ലാസ്റ്റ് 2 ഡിഫറൻസ് കൂടിയാണ്. ഒന്ന് നമ്മളുടെ പ്രോസസിംഗ് സൈക്കിൾ ടൈമാണ്. അതായത് ഒരു കസ്റ്റമറിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോസസ് ചെയ്യാനുള്ള സൈക്കിൾ ടൈമാണ്. ഇ കോമേഴ്സിലാണെങ്കിൽ ദാറ്റ് ഈസ് വെരി റെഡ്യൂസ്ഡ്. ആ ടൈം വളരെ കുറവായിട്ട് വേണ്ടി വരുന്നത്. കാരണം ഫുൾ ആ ബിസിനസ് ഫുള്ളും കമ്പ്യൂട്ടറിലൂടെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് എല്ലായിടത്തേക്ക് എത്തുകയും അത് പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്യപ്പെടുകയും ചെയ്യാണ്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ കോമേഴ്സിലാണെങ്കിൽ ഒരുപാട് പേപ്പർ ഫോർമാറ്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് അത് റീ എൻറ്ററിങ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇറ്റ് ടേക്സ് ടൈം. സോ ആ ഒരു കസ്റ്റമറിന്റെ ഓർഡർ പ്രോസസിങ് ടൈം വെൻ വി കമ്പയർ ടു ഇ കോമേഴ്സ് ഇറ്റ് ഈസ് ലെങ്തി ആണ്, കുറെ കൂടി ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഡിഫറൻസ് റെഡ്യൂസ് ലേബർ. നമുക്ക് ഇവിടെ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസിന് ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നല്ല കമ്പ്യൂട്ടർ ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ എല്ലാ കാര്യം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ ലേബർ നമ്പർ ഈസ് വെരി ലോ, ഈസ് വെരി ലെസ് ഇൻ ഇ കോമേഴ്സ്. പക്ഷേ ഇവിടെ നമ്മളുടെ ട്രഡീഷണൽ കോമേഴ്സിൽ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്, 1/3 ഓഫ് ലേബർ ഫോഴ്സ് എസ്പെഷ്യലി നമ്മളുടെ കസ്റ്റമർ ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേബർ ഫോഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കോമേഴ്സ് ആൻഡ് ട്രഡീഷണൽ കോമേഴ്സ്. 5 പോയിന്റ്സ് ആണ് ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സോ നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഇത്ര ടോപ്പിക്സ് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ. താങ്ക് യു.